നീ പറഞ്ഞ ഹായ്. നിന്നെ കോളേജിന്റെ സ്റ്റോപ്പിൽ കണ്ടില്ലല്ലോ. നിനക്ക് ഇരിക്കണ്ടല്ലോ അല്ലേ? വേണ്ട, ഇരുന്നോ രണ്ടും കൂടെ. ഇതെന്താ പച്ചക്കറി കേട്ട്? നാളെ കാർത്തികയല്ലേ, ജോസ്റ്റാനും ഭാര്യയും വരുന്നുണ്ട്. പിന്നെ മാളുവിന്റെ കുറച്ച് ഫ്രണ്ട്സും വരുന്നുണ്ട്. ഓ, നമ്മളെന്താ ആരും വിളിക്കുന്നില്ലായിരിക്കും. വീട്ടിലേക്കൊന്നും കേറ്റാറായിട്ടില്ല മോളെ. എന്തിനാ മക്കളെ നാത്തുമ്പോര് ഇപ്പൊ തുടങ്ങുന്നത്? നീരക്കുഞ്ഞുണ്ടായിരുന്നോ? ഹായ്. ആരാ മനുമോനെ ഇത്? എന്തിനാ ചേ, ലവ് ജിഹാദാണോന്ന് അറിയാനാണോ? ഒന്ന് പോവച്ചേ അവിടുന്ന്. ഞാൻ വെറുതെ ഒരു ലോഗ്യം ചോദിച്ചതല്ലേ. അതെ, നാളെ മീൻ വിൽക്കാൻ പോകുമ്പോ ഇവര് ബസ്സിൽ കണ്ട കാര്യങ്ങളും പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ. നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ വല്ലതും പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ? ആ, ഞാൻ ഇരിക്കുവാണേ. വാ, ഇവിടെ ഇരിക്കാം. കോമളിച്ചി, എന്തൊക്കെയുണ്ട്? എന്തായി, ജോലി വല്ല ആയോ മോളെ? ഇല്ലേ ചി, ക്ലാസ് കഴിഞ്ഞ് 2-3 മാസം കൂടെ ഉണ്ട്. നോക്കണം. ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടി ചേരണേ. നോക്കേ ചേച്ചി. എനിക്ക് അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ട് അവസാനം ശലഭയുടെ വായിലുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ? അമ്മാടേ, നിനക്ക് ഇതുവരെ ആരും സെറ്റ് ആയില്ലേ? അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ എന്ന് ആലോചിക്കും. എന്നിട്ട് എന്തിനാ ആധാറായിട്ട് ലിങ്ക് ചെയ്യിക്കാനാണോ? നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഹായ്. അത് അവള് ശലഭ. ഒറ്റക്കടത്തിയിരിക്കല്ലേ? ഹലോ. ഹായ് ഷമേ. ഹായ് മീര. എന്നെ മനസ്സിലായോ? ഹലോ അമ്മേ. അനുഗ്രഹിക്കമ്മേ. എന്തുപറ്റി? പാലക്കാട് മട്ടം തീർന്നോ അമ്മേ? ഇല്ല. തീർന്നില്ല? KSRTC ബില്ല് അടച്ചോ? അല്ല, KCBയുടെ ബില്ല് അടച്ചോ? എന്തുവാ? അല്ല, കറക്റ്റ് ടൈം അല്ല, ഓൺലൈനിൽ അടയ്ക്കാൻ പറ്റുമോ? അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ആരമ്മേ? ആരാ? അമ്മയ്ക്ക് മനസ്സിലായില്ല അല്ലേ? ഇത് ശലഭ. എന്റെ കോളേജിലാണ് പഠിക്കുന്നത്, പക്ഷെ വേറെ ഡിപ്പാർട്ട്മെന്റാ. MSc. കുട്ടി എന്തിനാ വലിഞ്ഞു കയറി വന്നേ? മോള് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. മനുടെ വരുന്നില്ലേ? ഇല്ല, വേണ്ട വേണ്ട വേണ്ട. അമ്മേ, ഇവരിറങ്ങുവാന്ന്. പോയിട്ട് വരട്ടെ. അവർ പോവാ. പോയിട്ട് വാ വിഭീഷ് മേനോൻ മോനെ. വാ. മനുടെ വരുന്നില്ലേ? നീ എന്താ ചോദിക്കാണ്ടും പറയാണ്ട് വന്നേക്കുന്നേ? എന്തോ നിന്നെ ആരാ വിളിച്ചേ? എന്നെ ആരും വിളിച്ചിട്ടൊന്നല്ല വന്ന. പിന്നെ നിങ്ങളുടെ പുന്നാര പെങ്ങള് പറഞ്ഞില്ലേ വരണ്ടെന്ന്. എന്നാ പിന്നെ വന്നിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. മനു, നീ എവിടെയാ? ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അന്ന് അയ്യപ്പൻ വിളക്കിനുണ്ടായിരുന്നില്ലേ? അതെ അതെ. അതാ നല്ല മുഖപരിചയം തോന്നിയത്. മോളെ എവിടുത്തെയാ? ഇവിടെ തന്നെ നാരകത്തറയല്ലേ. ഓ, നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പിന്റെ മോള്. അങ്ങനെ വരട്ടെ, നമ്മള് ഒരേ കരയോക്കാരാ. പെട്ടെന്ന് മുഖം എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ. കൊച്ചിലെ കണ്ടതല്ലേ. വാ, മോള് വന്ന് ഭക്ഷണം കഴിക്കാം. നീ എന്നെ ഒന്ന് ഞെട്ടിച്ച്. എന്തായാലും എനിക്ക് ഇഷ്ടായി. നല്ല അമ്മ. അമ്മേ, എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ വന്ന ചേച്ചി ആരാ നമുക്ക് മനസ്സിലായോ? മനുണ്ടല്ലേ? അത് അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സിലായി? അവൻ എന്റെ വയറ്റിൽ പിറന്നതല്ലേ. ഇളക്കം കാണുമ്പോഴേ അമ്മയ്ക്ക് മനസ്സിലാവും. ഇത് വെച്ചോ, വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ. അമ്മയുടെ പൊന്നു പോയിട്ട് വാ. ചേട്ടാ, സെന്റ് സീനാണല്ലോ. ഒരാഴ്ച കോളേജ് ടൂർ പോകുന്നതിനാണ് ഈ ഷോ. അല്ല, അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല്. ഓ, അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അല്ലേലും ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ. തിരിച്ചു പറയടാ. ആണോ? അങ്ങനെയാണ് പെൺകുട്ടികളായാൽ. വല്യമ്പ്രാട്ടി ചേച്ചീനെ കണ്ടങ്ങ് പഠിച്ചാ മതി. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ ഇല്ലാന്ന് വെച്ച് അടുത്ത കേസ് കെട്ടും കൊണ്ട് വന്നേക്കരുത്. ശ്രമിക്കാം. ഇവിടെ മതി.
ചിലവാക്കരുത്, ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് തന്നെ കേട്ടോ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയില്ലോ. ആവശ്യത്തിനുള്ള എൻ്റെ അടുത്തുണ്ട്. നമ്മുടെ കറണ്ട് ബിൽ അടയ്ക്കാൻ 2 ദിവസം കൂടെയുള്ള ഡ്യൂ ഡേറ്റ്. ഇത് വെച്ചത് അടച്ചാൽ മതി. നീ എന്ത് പരിപാടി പറയുന്നത്? നിനക്കത് അങ്ങ് അടച്ചിട്ട് പോക്കൂടെ? ഇവിടെ അടുത്ത KCB പ്ലീസ്. ശരി ടാറ്റ. ശരി ഏട്ടാ, ടാറ്റാ. ഏക്സി വന്നാ? ഏക്സി അവർക്ക് നേരത്തെ വന്നു. നീ എന്താ ലേറ്റ്? മീര കോളേജ് ടൂർ പോയേക്കുവാ. അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാകെ കുഴഞ്ഞു പറയും. ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടില്ല. ചേട്ടാ, ഈ കറണ്ട് ബില്ല് ഓൺലൈൻ അടയ്ക്കാറ് എനിക്ക് അവിടെ പോയി ക്യൂ നിൽക്കാനൊന്നും വയ്യ. കണ്ടോ, ഇന്ന് വരെ അതുപോലും ചെയ്ത് നോക്കിയിട്ടില്ല. ഇങ്ങനെ ഞാൻ അടച്ചുതരാം. അതെ, ആ, നിന്റെ ശലഭ ആ കോളേജിലാണ് പഠിക്കുന്നത്. അവളെന്താ ടൂർ പോയില്ലേ? അവൾ MSc അല്ലേ, ഇവൾ MCOM. ഡാ, എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ, ഒരു ഓരും കൂടെ കിട്ടാറുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് പറയാം.